മാഷന്മാര് സമരപ്പന്തലിൽ വന്നിട്ട് അഭിവാദി അർപ്പിക്കുന്ന എന്തിന്? ഒരു ആവശ്യം വന്നാൽ സഹായിക്കാനുള്ള മനസ്സുണ്ടാവണം ആദ്യം. പോട്ടെ മാഷെ, നിങ്ങൾ വിടുന്നു. സ്കൂളിന്റെ ഫുൾ ചാർജ് തരണമെങ്കിൽ ഫുള്ള് വാങ്ങി കൊടുക്കാൻ പറഞ്ഞ സൂപ്രണ്ടാ? ഏർത്ത സൂപ്രണ്ടാ? നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കില്ലേ, എല്ലാം ശരിയാക്കാം. എന്ത് ശരിയാക്കാന്ന്? സാർ ഏറ്റിട്ടുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ പോ. ശരി മാഷെ, ഞാൻ വേറെ വഴി നോക്കിക്കോളാം. ഇവനൊന്നും ഞാൻ വെറുതെ വിടൂല. സാർ. സാറേ നമസ്കാരം. നമസ്കാരം മാഷെ, ഇരിക്കെ. ആ സന്തോഷേ സാർ, നീ ആ ചന്ദ്രഗിരി സ്കൂളിന് ഫയലും കൊണ്ടെടുത്തേ. ശരി സാർ. എനക്കൊക്കെ മാഷെ ഭയങ്കര സന്തോഷമാണ്. ചന്ദ്രഗിരി സ്കൂള് എൻ്റെ സബ് ജില്ലയിലാണെന്ന് പറയാൻ തന്നെ. മറ്റെല്ലാ സ്കൂളുകാരും മാഷിൻ്റെ മാതൃകയാണ് ഫോളോ ചെയ്യുന്നത്. അതും സന്തോഷം. സ്കൂളിന്റെ ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങൾ മാത്രമേ സന്തോഷിക്കാത്തായിട്ടുള്ളൂ. ഇതാ സാർ. മാഷ് മുമ്പ് തന്ന ഡോക്യുമെന്റ്സ് വെച്ച് ഞാൻ ഡിപ്പാർട്ട്മെന്റിന് ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എ സോളിഡ് റിപ്പോർട്ട് ഇൻ ഫേവർ ഓഫ് ചന്ദ്രഗിരി സ്കൂൾ. എന്നിട്ട് കേരള വിദ്യാഭ്യാസ നിയമം വേണ്ട രീതിയിൽ അമെൻഡ് ചെയ്യാത്തിടത്തോളം കാലം ഇനിയും പ്രശ്നങ്ങളുണ്ടാവും. അതായത് നിയമം വെച്ച് നമ്മളെ ശരിയെന്ന് നമുക്കും ബാധിക്കാം, മാനേജറെ ശരിയെന്ന് അവർക്കും ബാധിക്കാം, അല്ലേ സാറേ? ഭരണഘടനയിലെ മൈനോറിറ്റി റൈറ്റ്സ് പോലും ഉപയോഗിച്ച് സ്കൂള് പൂട്ടിക്കാമെന്ന് തെളിയിച്ച നാടാ മാഷേ ഇത്. മാഷിൻ്റേത് ഒരു സാധാരണ സ്കൂൾ മാനേജരല്ലല്ലോ, പട്ടേലർ. അയാളുടെ ആളുകൾ എല്ലായിടത്തും ഉണ്ട്. ഒന്നൊപ്പിട്ടുള്ളൂ. ഒരു ഡീറ്റെയിൽ ഇൻസ്പെക്ഷൻ്റെ നോട്ടീസാണ്. ഏതായാലും മാഷൊന്ന് കരുതിയിരുന്നോളൂ. സ്കൂൾ അങ്ങനെ തോന്നിയ പോലെ പൂട്ടാൻ കഴിയൂല മാഷെ. ഇവിടെ PTA ഇല്ലേ, നാട്ടുകാരില്ലേ, നമ്മുടെ പ്രസ്ഥാനമില്ലേ? എതിർ സ്ഥാനത്ത് ഞാനായതുകൊണ്ട് പട്ടേലർക്ക് വാശി കൂടും. അയാളിങ്ങ് വരട്ടെ സ്കൂൾ പൂട്ടാൻ. ചന്ദ്രഗിരി എന്താന്ന് അപ്പം നമ്മ കാണിച്ചു കൊടുക്കും. സ്കൂൾ ഇങ്ങനെ ഒരു നൂൽപ്പാലത്തിലാണെന്നുള്ള കാര്യം തൽക്കാലം നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതി. സ്റ്റാഫിനോട് ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നില്ല. വെറുതെ അവരുടെ എനർജി കൂടി കളയുന്നതിനാ. കുട്ടികളും നാട്ടുകാരൊക്കെ വാർഷികം എടുത്തതിന്റെ വലിയ ആവേശത്തിലാണ്. 100ാം വാർഷികം നമ്മൾ നടത്തും, ഗംഭീരമായിട്ട് തന്നെ നടത്തും. വാസനല്ല. വാസന അങ്ങനെ ഉണ്ട്. ഉള്ളവാ മാഷെ, ഉള്ളവാ 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 വാ മാഷെ, ഉള്ള കുള്ളിയിരി. നമ്മ മനം ഭാഷ മറന്നു വിചാരിച്ച് ഇല്ലി ബാ മാഷേ. ಮಣಿ ನಮ್ಮ ಏಡು ಮಾಷು ಗೊತ್ತಿದ್ದಿಲ್ಲ. മാഷ് കേളെ, നമുക്ക് എന്ത് കേളിയാലും സന്തോഷ. കേള് മാഷ്. ഞങ്ങൾക്ക് ഒരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു. ಏನು ഓഫീസിന്ന് പേപ്പർ സിക്കിതാ? നമ്മ തന്നെ ജോറാക്കിയത് പേപ്പർ ആക്കാനും അതാക്കാനും ഇതാക്കാനും.
മനസ്സിലായി നാഗപ്പ. സ്കൂളിന്റെ കാര്യത്തില് ഞങ്ങൾ ചില തീരുമാനം എടുത്തിട്ടുണ്ട്. തീരുമാന ಏನು ತೀರ್ಮಾನ? ಸ್ಕೂಲ್ ಬಂದಾಕ ಮ್ಯಾನೇಜರ್ ವಿಚಾರಿച്ച നിങ്ങൾക്ക് ಬೇರೆಂದು ತೀರ್ಮಾನ? ಚೆನ್ನಾಗಿದು. സ്കൂള് പൂട്ടോ തുറക്കോ എന്നുള്ള കാര്യം വിടുന്നാകപ്പ. അക്കാര്യത്തില് ഞങ്ങൾക്ക് നാഗപ്പയോടൊന്നും സംസാരിക്കാനില്ല. ಬೇಡ, PTA പ്രസിഡന്റ് ಜಾಸ್ತಿ ಮಾತಾಡಬೇಡ. ಹೇಳಿ ಮಾಷೆ ಕೇಳು ಮಾಷೆ. ചന്ദ്രഗിരി സ്കൂളിന്റെ 100ാം വാർഷികം. സ്കൂളിന്റെ മൊത്തം വികസനമാണ് ലക്ഷ്യം. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഈ മാസം അതിന്റെ ഉദ്ഘാടനം. മാനേജ്മെന്റിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ടെന്ന് തോന്നി. നല്ല വിഷയ, ಚೆನ್ನಾಗಿದು. ഇതങ്ങ് മംഗലാപുരം പോയി കേള്, പട്ടേലരോട്. അങ്ങോട്ട് പോയി കേളേണ്ട കാര്യം ഞങ്ങൾക്കില്ല നാഗപ്പ. പോവില്ല. ಏನು സ്പർദ്ധ? പട്ടേലരും രാഘവൻ മാഷും തമ്മിൽ സ്പർദ്ധ. അത് 100 അല്ല, 1000 വർഷം കഴിഞ്ഞാലും തീരൂല മാഷെ. ಏನು ಉಳ್ಳಪೋ ಆಯ್ತಪ್ಪ ಪಟ್ಟಿ ಮಗಳು ಮಜ್ಜಿಗೆ ಶಾಲಾ ಒಟ್ಟಿಗೆ ಬಂದಾಕು ಪಟ್ಟೇಲರು. ಯಾವ ಕಾಲತ್ತೂ വാർഷിക നടക്കൂല മാഷെ. നടത്തും. അത് രാഘവൻ മാഷിന്റെ സ്വപ്ന. ഞങ്ങളത് നടത്തി കാണിക്കുന്നാകപ്പ. ಏನು ഒരു രാഘവൻ മാഷെ നമ്മ ശാല വന്ന് നമ്മ ഊട്ട മാടി നമ്മക്കിട്ട് ഗലാട്ട. മാഷിനെ പറ്റി വേണ്ടാത്ത പറഞ്ഞിട്ടല്ല, കാര്യസ്ഥാനം നോക്കൂല. രാഘവൻ മാഷ് വന്നു, വാർഷികം നടത്താൻ തീരുമാനിച്ചു എന്നും മാത്രം നാഗപ്പ പറഞ്ഞാൽ മതി. പട്ടേലർക്ക് മനസ്സിലാവും, നന്നായിട്ട് മനസ്സിലാവും. പേടിച്ചു പല വഴിക്ക് പോ. പൊന്നു പൂജിച്ചേട്ടാ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ വെറുതെ വിടുന്നേ. വെറുതെ വിടാനോ? എത്ര കാലായിന്നറിയോ ഒരു എലിയർച്ച അയച്ചിട്ട്. ഇന്ന് ഞാൻ നിന്നെ കറുപുറ തിന്നു. കിട്ടിയടി കാന്താരി. വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം നിറയുന്നു. എങ്കിലും ചോദിക്കാം, അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ? ഉണ്ടോന്ന്? എങ്കിൽ പറ, എന്നെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. പറ. എനിക്ക് ചേട്ടനെ കല്യാണം കഴിക്കണം. എന്ത്? എനിക്ക് ചേട്ടനെ കല്യാണം കഴിക്കണം. ഇനി പൂച്ചേട്ടൻ എന്ത് പറഞ്ഞാൽ ഞാൻ അനുസരിക്കും. എങ്കിൽ നിന്റെ ഈ കറണ്ട് നിന്ന് അത് അവസാനിപ്പിക്കണം. ചക്കിയും ചങ്കരനെയും ആരും ഉപദ്രവിക്കരുത്. നിന്നെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്നു തരാം. ഇപ്പഴാ സമാധാനായേ. ഇനി നിങ്ങളായി, നിങ്ങളെ പാടായി. ഇനി ഭാര്യയും ഭർത്താവും കൂടി ഒന്ന് കെട്ടിപ്പിടിച്ചേ. ഇനിയിപ്പോ ഉടനെ കല്യാണം നടക്കും. നാദസ്വരത്തിന്റെ മ്യൂസിക് കിട്ടും? ഇല്ല. കെട്ടുമേളത്തിന്റെ മ്യൂസിക് ഇല്ലേടാ? ഇല്ല. എന്തുവാടാ ഇത്? നീയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. സൂപ്പർ. ടീച്ചറേ, നമ്മുടെ ജോഷി മാഷേ ആളൊരു പുലിയാ കേട്ടോ. നമ്മുടെ വാർഷിക പൊടിക്കും. വാ എല്ലാരും വാ.
എലിയുടെയും പൂച്ചയുടെയും അവസാനത്തെ ഇന്റിമസി അതാണ് ഏറ്റവും പ്രധാനം. അത് കുറച്ചുകൂടി ശരിയാവാനുണ്ട്, നമുക്ക് ശരിയാക്കാം. ലൈറ്റും ഡ്രസ്സും ഒക്കെ വെച്ച് ചെയ്യുന്ന ഫൈനൽ റിഹേഴ്സൽ നമുക്കിത് പരിഹരിക്കാം. ശരി മാഷേ. Yakshagana, an art form of Karnataka, and very popular in Kasaragod. കേരളത്തിൻ്റെ തനത് കലയായ കഥകളിയുമായി നല്ല സാമ്യമുള്ള കലാരൂപമാണ് യക്ഷഗാനം. Please come. Wow! Wonderful costumes. Is it a dance? It's a combination of music, dance and drama. It's also known as Bayalata. Atam means dance. Can you follow Malayalam? Sure. That's good. Come. മഹാഭാരതത്തിൽ നിന്നും രാമായണത്തിൽ നിന്നൊക്കെയാണ് സാധാരണ യക്ഷഗാനത്തിലുള്ള കഥകൾ തിരഞ്ഞെടുക്കാറ്. താങ്കളുടെ പുതിയ കഥയെക്കുറിച്ചൊന്ന് പറയാമോ? അതിന്റെ സോഴ്സ് എപ്പിക് തന്നെയാണ്. എ ഡിഫറെന്റ് വേർഷൻ. ആക്ച്വലി ഫസ്റ്റ് ടൈം ഇൻ യക്ഷഗാന. കഥകളിയിലെ പോലെ സംഗീതം പിന്നണിയിലാണെങ്കിലും യക്ഷഗാന കഥാപാത്രങ്ങൾ സംസാരിക്കുന്നവരാണ്. ഞാൻ നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണ് യക്ഷഗാനത്തിൽ ഇങ്ങനെയൊരു സബ്ജക്റ്റ്. സന്താനഗോപാലം. നൃത്തവും അഭിനയവും സാഹിത്യവും സംഗീതവും എല്ലാം ഒത്തുചേരുന്ന സന്താനഗോപാലത്തിൻ്റെ യക്ഷഗാനാവിഷ്കാരം. I heard the story from Bhagavata. When Arjuna goes to fire, Krishna saves his life. മാഷ് എന്തുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് തന്നെ തിരഞ്ഞെടുത്തത്, സന്താനഗോപാലം? പഴയ കാലത്തേക്കാൾ സത്യത്തിൽ ഇക്കാലത്താണ് ഈ സബ്ജക്റ്റിന് റെലവൻസ് ഉള്ളത്. പ്രത്യേകിച്ചും ഇത് ചന്ദ്രഗിരിയിൽ അവതരിപ്പിക്കുമ്പോൾ. ഇത് ഞങ്ങളുടെ ലൈഫാണ്, ചന്ദ്രഗിരിയുടെ പ്രസന്റ് ലൈഫ്. അപ്രിയനു നാനാദെ ബതുകിയേ മൃതനാദേ എന്ത പ്രതിമ ബലകുന്ദി. ജനിച്ച ഉടനെ തന്നെ തൻ്റെ കുഞ്ഞുങ്ങൾ ഓരോന്നായി മരിച്ചു വീഴുന്നത് കാണേണ്ടി വരുന്ന സാധുവായ ഒരു ബ്രാഹ്മണൻ. ദുഃഖിതനായ അയാൾക്ക് മുന്നിൽ വില്ലാളി വീരനായ അർജുനൻ പ്രവേശിച്ച് ഇനി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ താൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അഥവാ തനിക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ അഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്യുമെന്നും അർജുനൻ ബ്രാഹ്മണനോട് പറയുന്നു. നാനാദേ